മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 70-ാമത്തെ ദശകത്തിൽ 9ഉം 10ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 9-ാമത്തെ ശ്ലോകം. ചിത്രമദ്യ ഭഗവൻ വൃഷഘാതാത് സുസ്ഥിരാജനി വൃഷസ്ഥിതിരുവ്യം വർദ്ധതേ ച വൃഷചേതസി ഭൂയൻ മോദയിത്യഭിനുദോസി സുരൈസ്ത്വം. അരിഷ്ടാസുരൻ്റെ വധം ആണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അതിന് ആ അരിഷ്ടാസുരനെ, അതായത് വൃഷാകൃതിയിൽ വന്നതായിട്ടുള്ള, കാളയുടെ രൂപത്തിൽ വന്നതായിട്ടുള്ള ആ അരിഷ്ടാസുരനെ വധിച്ചപ്പോൾ ഉണ്ടായതായിട്ടുള്ള ദേവന്മാരുടെ ആമോദത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. അതിൻ്റെ അനന്തഫലത്തിനെ പറ്റിയിട്ട്, ഭൂമിയിലുണ്ടായതും ദേവന്മാരുടെ ഉണ്ടായതുമായിട്ടുള്ള സന്തോഷത്തെ പറയുകയാണ്. ചിത്രം, അത്ഭുതം തന്നെ. എന്താ അത്ഭുതം? അദ്യ, ഇപ്പോൾ, ഭഗവൻ, ദേവന്മാർ, കവി പറയണതാണ്. ഭഗവൻ അല്ലയോ ഭഗവാനേ. ഭഗവൻ എന്നുള്ളത്, ഭഗവാൻ എന്നുള്ള ശബ്ദത്തിനർത്ഥം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഐശ്വര്യാദികൾ, ജ്ഞാനം, ഐശ്വര്യം തുടങ്ങിയതായിട്ടുള്ള ഷഡ്വർഗങ്ങൾ തികഞ്ഞതായിട്ടുള്ള ആളെയാണ് ഭഗവാൻ എന്ന് പറയണത് എന്ന് സംബോധനയാണ്. വൃഷഘാതാത്, വൃഷഹ എന്നുള്ളതിന് കാള എന്നർത്ഥമുണ്ട്, ധർമ്മം എന്നർത്ഥമുണ്ട്. പിന്നെ വൃഷ എന്നുള്ളതിന് ഇന്ദ്രൻ എന്നും അർത്ഥമുണ്ട്. ഈ വൃഷശബ്ദം ഇവിടെ വൃഷഹ എന്നുള്ളതായിട്ടുള്ള അകാരാന്തമായിട്ടുള്ള ശബ്ദവും വൃഷ എന്നുള്ളതായിട്ടുള്ള നകാരാന്തമായിട്ടുള്ള ശബ്ദവും ആ മൂന്ന് അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ അർത്ഥവ്യത്യാസത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത് കൊണ്ടുള്ളതായിട്ടുള്ള ചമത്കാരം, ഒരേ ശബ്ദം 3 അർത്ഥത്തിൽ ഒരേ ശ്ലോകത്തിൽ പ്രയോഗിച്ചിട്ടുള്ളതായിട്ട് ചമത്കാരമാണ് ആ ശ്ലോകത്തിൽ കാണുന്നത്. ഭഗവൻ വൃഷഘാതാത്, വൃഷത്തെ, കാളയെ കൊല്ലുന്നത് കൊണ്ട് ഭഗവാൻ കാളയെ വധിച്ചുല്ലോ. കാളയായിട്ട് വന്ന അരിഷ്ടാസുരനെ വധിച്ചു. അപ്പോൾ വൃഷഘാതാത്, വൃഷത്തിൻ്റെ ഘാതം ഹേതുവായിട്ട് വൃഷത്തിനെ കൊന്നതുകൊണ്ട്, സുസ്ഥിരാജനി വൃഷസ്ഥിതിരുർവ്യാം, ഉർവ്യാം ഭൂമിയിൽ, വൃഷസ്ഥിതി ഉർവ്യാം എന്ന് പദം മുറിക്കും. സുസ്ഥിര അജനി, സുസ്ഥിര അജനി വൃഷസ്ഥിതി ഉർവ്യാം, ഉർവ്യാം ഭൂമിയിൽ, വൃഷസ്ഥിതി ധർമ്മത്തിൻ്റെ സ്ഥിതി എന്നാണ് അവിടെ വൃഷശബ്ദത്തിനർത്ഥം. വൃഷ എന്നുള്ളതിനവിടെ ധർമ്മം എന്നർത്ഥം. അപ്പോൾ ധർമ്മത്തിൻ്റെ അവസ്ഥ, ധർമ്മസ്ഥിതി, സുസ്ഥിര അജനി, സുസ്ഥിരമായി തീർന്നു. അജനി ഭവിച്ചു, ജനിച്ചു, ഭവിച്ചു എന്നൊക്കെ അർത്ഥം. സുസ്ഥിര അജനി, സുസ്ഥിരമായി തീർന്നു. വൃഷത്തിനെ കൊന്നതുകൊണ്ട് വൃഷസ്ഥിതി സുസ്ഥിരമായി എന്ന്. അങ്ങനെ വരില്ലല്ലോ. വൃഷത്തിനെ കൊന്നു കഴിഞ്ഞാൽ വൃഷസ്ഥിതി സുസ്ഥിരാവില്ല, അത് നശിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അതാ വിരോധം. പക്ഷേ ആ വൃഷശബ്ദത്തിന്, 2ാമത്തെ വൃഷശബ്ദത്തിന് ധർമ്മം എന്നുള്ളതായിട്ടുള്ള അർത്ഥം എടുക്കുമ്പോൾ ആ വിരോധം ഇല്ലാണ്ടേയി. അപ്പം അങ്ങനെ വിരോധം ഉണ്ടെന്ന് തോന്നിക്കുക, പക്ഷേ വിരോധം ഇല്ലാണ്ടാവുക വാസ്തവത്തിൽ. അതിനെയാണ് വിരോധാഭാസം എന്നുള്ളതായിട്ടുള്ള അലങ്കാരമായിട്ട് പറയണത്. ആ അലങ്കാരം, കാവ്യാലങ്കാരം, അതാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കവിയുടെ ആ പ്രതിഭ കൊണ്ട് അങ്ങനെ ഒരേ പദം 2 അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ട് അതൊരു അലങ്കാരമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് അവിടെ. ഇന്ന് വൃഷത്തിൻ്റെ ഘാതം ഹേതുവായിട്ട് വൃഷത്തിനെ കൊന്നതുകൊണ്ട് വൃഷസ്ഥിതി, ധർമ്മത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ വൃഷസ്ഥിതി സുസ്ഥിരമായി തീർന്നു എന്ന് പറയുമ്പോൾ വിരോധം. പക്ഷേ വൃഷസ്ഥിതി എന്നുള്ളതിന് ആദ്യത്തേതിന് കാള എന്നും 2ാമത്തേതിന് ധർമ്മം എന്നും അർത്ഥം എടുക്കുമ്പോൾ ആ വിരോധം ഇല്ലാണ്ടേയി. അപ്പോൾ വൃഷഘാതാൽ, കാളയെ കൊന്നതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ വൃഷസ്ഥിതി, ധർമ്മത്തിൻ്റെ അവസ്ഥ സുസ്ഥിരമായി തീർന്നു, സ്ഥിരമായി തീർന്നു എന്ന് ഒരു അർത്ഥം. ഇനി പിന്നത്തെ അത് മാത്രമല്ല, വർദ്ധതേച്ച, വർദ്ധിക്കുകയും ചെയ്തു. എന്താണ്? വൃഷചേതസിൽ,
അതുപോലെ വൃഷ എന്നുള്ളതിൻ്റെ അത് സമാസത്തിലാണ് വൃഷചേതസി എന്നാവണത്. ആ വൃഷ എന്നുള്ളതിന് അവിടെ ഇന്ദ്രൻ എന്നർത്ഥം, ദേവേന്ദ്രൻ എന്നർത്ഥം. അപ്പോൾ ആ ദേവേന്ദ്രൻ്റെ മനസ്സിൽ, വൃഷചേതസി ദേവേന്ദ്രൻ്റെ മനസ്സിൽ ഭൂയാൻ മോദഹ, ഭൂയാൻ അത്യധികമായിട്ടുള്ള ആ മോദം, സന്തോഷം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ വൃഷത്തിനെ ഹനിക്കുമ്പോൾ വൃഷചേതസ്സിൽ സന്തോഷം ഉണ്ടാവുക എന്നുള്ളത് വിരോധം. ആ വിരോധം വൃഷ എന്നുള്ള രണ്ടാമത്തെ ശബ്ദത്തിന് ദേവേന്ദ്രൻ എന്നുള്ളതായിട്ടുള്ള അർത്ഥം എടുക്കുമ്പോൾ വിരോധം ഇല്ലാണ്ടേ. അപ്പോൾ അവിടെ രണ്ട് തരത്തിലും വിരോധാഭാസമാണ് ആ പദ്യത്തിൽ വന്നിട്ടുള്ളത്. വർദ്ധതേച്ച വർദ്ധിക്കുകയും ചെയ്തു, വൃഷചേതസി ദേവേന്ദ്രൻ്റെ ഹൃദയത്തിൽ, മനസ്സിൽ, ഭൂയാൻ മോദഹ അത്യധികമായിട്ടുള്ള മോദം, സന്തോഷം വർദ്ധിക്കുകയും ചെയ്തു എന്നർത്ഥം. ഇതി അഭിനുതഃ അസി സുരൈഹി ത്വം, ഇതി ഇപ്രകാരം, സുരൈഹി സുരന്മാരാൽ, ദേവന്മാരാൽ, അഭിനുതഃ അസി അങ്ങ് സ്തുതിക്കപ്പെട്ടു. ദേവന്മാരിങ്ങനെ പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. സുരൈഹി ഇതി നുതഃ അഭിനുതഃ, ഇപ്രകാരം ദേവന്മാരാൽ അഭിനുതനായി അങ്ങ്, അഭിനുതഃ അസി അഭിനുതനായി തീർന്നു അങ്ങ് എന്ന്. അപ്പം ചിത്രമധ്യ ഭഗവൻ വൃഷഘാതം കൊണ്ട് വൃഷത്തെ, കാളയെ കൊന്നതുകൊണ്ട് ഭൂമിയിൽ വൃഷസ്ഥിതി സുസ്ഥിരമായി തീർന്നു, അതായത് ധർമ്മസ്ഥിതി സുസ്ഥിരമായി തീർന്നു എന്ന്. മറ്റത് വൃഷഘാതാതം എന്നുള്ളത് ഇവിടേക്ക് കൊടുക്കണം. ആ വൃഷത്തെ വധിച്ചത് ഹേതുവായിട്ട് വൃഷചേതസി, വൃഷാവിൻ്റെ, അതായത് ദേവേന്ദ്രൻ്റെ ചേതസ്സിൽ, മനസ്സിൽ, മോദഹ ഭൂയാൻ മോദഹ അത്യധികമായിട്ടുള്ള ആ മോദം, സന്തോഷം, വർദ്ധതേച്ച വർദ്ധിക്കുകയും ചെയ്തു എന്ന്. ഇതി ഇപ്രകാരം, സുരൈഹി ത്വം അഭിനുതഃ അസി സുരന്മാരാൽ, ദേവന്മാരാൽ അങ്ങ് സ്തുതിക്കപ്പെട്ടു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്തത്, ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാമയമിഹോക്ഷവിഭേദി ഇത്തമാത്തഹസിതൈ സഹ ഗോപൈർഗേഹഗസ്ത്വമവ വാദപുരേശ. അടുത്ത ശ്ലോകം ദശകത്തിൻ്റെ അവസാനമാണ്. ഔക്ഷകാണിപ്പോൾ ഈ ഗോപന്മാർ, ഒപ്പുണ്ടായിരുന്നതായിട്ടുള്ള ഗോപന്മാർ, അവർ തമാശയായിട്ട് പറഞ്ഞു എന്നാണ്. എന്താണ് പറഞ്ഞത്? ഔക്ഷകാണി, അല്ലയോ കാളകളെ. ഔക്ഷകം എന്ന് പറഞ്ഞാൽ ഉക്ഷങ്ങളുടെ സമൂഹം. ഉക്ഷം എന്ന് പറഞ്ഞാൽ കാള എന്നുള്ള അർത്ഥമാണ്. ഈ കാള എന്നുള്ളതിന് പല വാക്കുകളായി ഇപ്പോൾ ഇവിടെ പറയണു. ശാക്വരം എന്ന് പറഞ്ഞു, നേരത്തെ വൃഷം എന്ന് പറഞ്ഞു, ഇവിടെ ഉക്ഷഹ എന്നുള്ളതായിട്ടുള്ള വാക്ക് പറഞ്ഞു. അപ്പം അങ്ങനെ കാളയുടെ പല പര്യായങ്ങളും ഈ ദശകത്തിൽ പ്രയോഗിച്ചു. ഔക്ഷകാണി, ഔക്ഷകം എന്ന് പറഞ്ഞാൽ ഉക്ഷങ്ങളുടെ സമൂഹം, കാളകളുടെ സമൂഹം, കാളകളുടെ കൂട്ടം. പരിധാവത ദൂരം, ദൂരം പരിധാവത, നിങ്ങൾ ഓടിപ്പൊക്കോളിൻ, വേഗം ഓടിപ്പൊക്കോളൂ നിങ്ങളൊക്കെ എന്നാണ്. ഔക്ഷകങ്ങളെ കാളകളോട് പറയുകയാണ്, നിങ്ങളൊക്കെ വേഗം ഓടിപ്പൊക്കോളൂ. എന്താണ്? വീക്ഷ്യതാം, നോക്കിക്കോളൂ, കണ്ടോളൂ. അയം ഇഹ ഉക്ഷവിഭേതി, അയം ഇവൻ, അതായത് ഈ കൃഷ്ണൻ, ഇഹ ഉക്ഷവിഭേതി, പദം മുറിക്കുമ്പോൾ അങ്ങനെയാണ്. വീക്ഷ്യതാം അയം ഇഹ ഉക്ഷവിഭേതി, ഇഹ ഇവിടെ ഇതാ ഈ കൃഷ്ണൻ ഉക്ഷവിഭേദി ആണ്, ഉക്ഷങ്ങളെ വധിക്കുന്നവനാണ്. കാളയാണല്ലോ കൊന്നത്, കാളയായിട്ട് വന്ന അരിഷ്ടാസുരനെ കൊന്നതുകൊണ്ട് കാളകളെ കൊല്ലണതാണ് ഇവൻ. അപ്പം നിങ്ങളൊക്കെ കാളകളല്ലേ, നിങ്ങളൊക്കെ ഓടിപ്പോക്കോളൂ എന്ന് കാളകളോട് പരിഹാസമായിട്ട് പറയുകയാണ്. വീക്ഷ്യതാം, നോക്കിക്കോളൂ. അയം ഇഹ ഉക്ഷവിഭേദി, ഇഹ ഇവിടെ ഇവൻ, അതായത് ഈ കൃഷ്ണൻ, ഉക്ഷവിഭേദി ഉക്ഷങ്ങളെയൊക്കെ വധിക്കുന്നവനാണ്, ഭേദിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ സുരക്ഷയ്ക്കായിട്ട് ഓടിപ്പൊക്കോളിൻ എന്ന്. ഇത്തം ഇപ്രകാരം, ആത്തഹസിതൈഹി ആപ്തമായ ഹസിതത്തോടുകൂടിയ, സ്വീകരിക്കപ്പെട്ടതായ ചിരിയോടുകൂടിയ, അതായത് ഉറക്കെ ചിരിച്ചുകൊണ്ട്, ആപ്തഹസിതൈഹി ചിരിച്ചുകൊണ്ട്, സഹ ഗോപൈഹി ആത്തഹസിതൈഹി ഗോപൈഹി സഹ ഇപ്രകാരം ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഗോപന്മാരോടൊപ്പം, സഹ ഗോപന്മാരോടൊപ്പം, ഗോപൈഹി സഹ എന്ന്. ഗേഹഗഹ ത്വം,
ഗേഹത്തിലേക്ക് ഗേഹഗഹ ഗേഹത്തിൽ ഗമിക്കുന്നവനായ ഗൃഹത്തിലേക്ക് പോയതായ ഗമിച്ചതായ അങ്ങ് ഗേഹഗസ്ത്വം ഗേഹകനായ അങ്ങ് ഗേഹത്തിലേക്ക് ഗമിച്ചതായ അങ്ങ് അവ വാദപുരേശ അല്ലയോ വാദപുരേശ എന്നെ രക്ഷിച്ചാലും അവ രക്ഷിക്കൂ അവതു എന്നുള്ളതിൻ്റെ മധ്യമപുരുഷൻ അങ്ങ് എന്നെ രക്ഷിക്കൂ എന്ന്. അപ്പം അവിടെ ഔക്ഷകാണി പരിധാവത ദൂരം ഔക്ഷകങ്ങളെ കാളകളെ ദൂരം പരിധാവത ദൂരത്തേക്ക് ഓടിപ്പോക്കോളൂ, അല്ലെങ്കിൽ ഇവൻ ഈ കൃഷ്ണൻ നിങ്ങളെ കൊല്ലും എന്നുള്ളതാണ്. ഉക്ഷവിഭേദിയാണ് കൃഷ്ണൻ എന്നതുകൊണ്ട് നിങ്ങളൊക്കെ പേടിച്ച് ഓടിക്കോളൂ, അത്ര നല്ലത് എന്ന് കാളകളോട് പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ പറയുന്നതായിട്ടുള്ള ഗോപന്മാരോടൊപ്പം അങ്ങ് ഗൃഹത്തിലേക്ക് തമാശയായിട്ട് പറയുകയാണ്. അങ്ങനെ അവരോടൊപ്പം അങ്ങ് ഗേഹത്തിലേക്ക് പോകുന്നതായ അങ്ങ് എന്നെ രക്ഷിച്ചാലും വീക്ഷ്യതാം നോക്കിക്കോളൂ, കണ്ടോളൂ. അയം ഇഹ ഇവ ഇവിടെ അയം ഇവൻ, അതായത് ഈ കൃഷ്ണൻ ഉക്ഷവിഭേദി ഉക്ഷത്തെ വിഭേദനം ചെയ്തവനാണ്, വധിച്ചവനാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ഓടിപ്പോക്കോളൂ എന്നാണ്. ഇത്തം ഇപ്രകാരം ആത്തഹസിതൈഹി ചിരിച്ചുകൊണ്ട് പറഞ്ഞതായ ഗോപൈഹി സഹ ഗോപന്മാരോടൊപ്പം ഗേഹകത്തിലേക്ക് പോകുന്നതായ അങ്ങ് അവ വാദപുരേശ അല്ലയോ വാദപുരേശ എന്നെ രക്ഷിച്ചാലും എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ചിത്രമദ്യ ഭഗവൻ വൃഷഘാതാത് സുസ്ഥിരാജനി വൃഷസ്ഥിതിരുവ്യം വർദ്ധതേ ച വൃഷചേതസി ഭൂയന്മോദ ഇത്യഭിനുതോസി സുരൈസ്ത്വം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കാളഭീമനെ വധിച്ചതു മൂലം ഭൂമി സുസ്ഥിരയതായതു ചിത്രം. ദേവരാജനു വളർത്തി സുഖത്തെ ദേവരിങ്ങനെ പുകഴ്ത്തി ഭവാനേ. ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാമയമിഹോക്ഷവിഭേദീ ഇത്തമാത്തഹസിതൈ സഹ ഗോപൈർഗേഹഗസ്ത്വമവ വാദപുരേശ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കാളഘാതകനിതോടുക എന്ന കാളവൃന്ദമൊടു ചൊല്ലി രസിക്കും ഗോപരത്തു ഭവനത്തിനു പോകും വാദനാഥ തരുരക്ഷയനിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.